ഓക്കെ മക്കളെ, എന്താ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം? തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു ഓപ്പൺ സിസ്റ്റം എങ്കിൽ നമുക്കറിയാം, ഈ തെർമോഡൈനാമിക്കൽ സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ ആരെ പറ്റിയാണോ പഠിക്കുന്നത് അവരെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സിസ്റ്റം അല്ലാതെ യൂണിവേഴ്സിൽ ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? സറൗണ്ടിങ്സ് എന്നും വിളിക്കാം. ഓക്കെ, നിങ്ങൾ കേട്ടതുകൊണ്ട് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ആർ ഓൾവേസ് സെപ്പറേറ്റഡ് ബൈ എ ബൗണ്ടറി ദാറ്റ് ക്യാൻ ബി എയ്തർ റിയൽ ഓർ ഇമാജിനറി. ഈ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും അവർക്കിടയിൽ എന്തുണ്ടായിരിക്കും? ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. ആരെപ്പറ്റിയാണോ നമ്മൾ തെർമോഡൈനാമിക്കൽ സ്റ്റഡി നടത്തുന്നത്? സിസ്റ്റമാണ്. സിസ്റ്റം അല്ലാതെ യൂണിവേഴ്സിൽ ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ സറൗണ്ടിങ്സ് എന്ന് വിളിക്കുന്നു. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. എങ്കിൽ മക്കളെ, നമ്മൾ ഈ സിസ്റ്റത്തിനെ മൂന്നായിട്ട് തരംതിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നായിട്ട് തരംതിരിക്കുന്നത്? ഈ സിസ്റ്റത്തിന് സറൗണ്ടിങ്സുമായിട്ട് എനർജി, മാറ്റർ, ഇതിലാരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സിസ്റ്റത്തിനെ മൂന്നായി തരംതിരിക്കും. ആരൊക്കെയാണ് ആ മൂന്ന് തരം സിസ്റ്റങ്ങൾ? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, സിസ്റ്റത്തിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാ? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഒരു സിസ്റ്റത്തിന് സറൗണ്ടിങ്സുമായിട്ട് എനർജിയെയും മാറ്ററിനെയും രണ്ടിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഒരു സിസ്റ്റത്തിന് സറൗണ്ടിങ്സുമായിട്ട് എനർജിയെയും മാറ്ററിനെയും രണ്ടുപേരെയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഓപ്പൺ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന് സറൗണ്ടിങ്സുമായിട്ട് എനർജിയെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുള്ളൂ, മാറ്ററിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അയാളെ നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഒരു സിസ്റ്റത്തിന് സറൗണ്ടിങ്സുമായിട്ട് എനർജിയെയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല, മാറ്ററിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല, അവരെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ എനർജിയെ മാറ്ററിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. എ സിസ്റ്റം ദാറ്റ് ക്യാൻ ട്രാൻസ്ഫർ ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ്, അതാണ് ആര്? ഓപ്പൺ സിസ്റ്റം. എ സിസ്റ്റം ദാറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഓൺലി എനർജി ബട്ട് നോ മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ്, അതാണ് ആര്? ക്ലോസ്ഡ് സിസ്റ്റം. എ സിസ്റ്റം ദാറ്റ് ക്യാൻ നെയ്തർ ട്രാൻസ്ഫർ എനർജി നോർ മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ്, അതിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം? നമുക്കറിയാം ആരാണ് ഓപ്പൺ സിസ്റ്റം എന്ന്. താഴെ തന്നിരിക്കുന്ന കൂട്ടത്തിൽ ആർക്കാണ് സറൗണ്ടിങ്സുമായിട്ട് എനർജിയെയും മാറ്ററിനെയും രണ്ടുപേരെയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ മക്കളെ, നമുക്കിതാ ഓപ്ഷൻ എയിൽ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഈ അനിമൽസ്, പ്ലാന്റ്സ് തുടങ്ങിയ ലിവിങ് ഒബ്ജക്ട്സിനെ എടുക്കുവാണെങ്കിൽ അവർക്ക് സറൗണ്ടിങ്സുമായിട്ട് അവരുടെ എനർജിയെയും മാറ്ററിനെയും രണ്ടുപേരെയും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ എക്സാമ്പിൾസ് ഫോർ ഓപ്പൺ സിസ്റ്റം. ഇവർ എന്ത് തരം സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്കിതാ നേരെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഇന്റൻസീവ് പ്രോപ്പർട്ടി എമോങ് ദിസ് ക്വാണ്ടിറ്റീസ് ഈസ്. ഓക്കെ, ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. ഓക്കെ, മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി, മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കപ്പെടുന്നു. അതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, രണ്ടാമത്തെ ടൈപ്പിനെ വിളിക്കുന്ന പേര് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, രണ്ട് തരം. ഏതൊക്കെയാ? ഇന്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ആരെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്? ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ ദ സിസ്റ്റം. ഒരു പ്രോപ്പർട്ടി ആ സിസ്റ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആളുകളുടെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോപ്പർട്ടി എന്തെന്ന് വിളിക്കാം? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. ഒരു പ്രോപ്പർട്ടി ആ സിസ്റ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ, പാർട്ടിക്കിൾസിന്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അവർ നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ആളുകളുടെ, ആ സിസ്റ്റത്തിനകത്തുള്ള ആളുകളുടെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്താൽ ആ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന്റെ വാല്യൂസിന് വ്യത്യാസം കാണും. എന്നാൽ ഒരു സിസ്റ്റത്തിനകത്തുള്ള ആളുകളുടെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടി അല്ലെ ഇന്റൻസീവ് പ്രോപ്പർട്ടി, ഞാൻ ആ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്താലും തീർച്ചയായിട്ടും ആ പറയുന്ന ഇന്റൻസീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂസിന് എന്ത് കാണത്തില്ല? വ്യത്യാസം കാണത്തില്ല. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആരാണ്? തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി ആരാണെന്ന്. മക്കളെ, എൻതാൽപ്പി എന്തിന് എക്സാമ്പിൾ ആണ്? എൻതാൽപ്പി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണെന്നുള്ള കാര്യം അറിയാമല്ലോ, അതിനെപ്പറ്റി പറയാം. മാസ് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ വോളിയവും ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, എങ്കിൽ മക്കളെ നിങ്ങൾ ഓർത്തിരുന്നോ, രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ റേഷ്യോ എടുത്താൽ ആ കിട്ടുന്ന ആള് ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും.
രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന്റെ റേഷ്യോ എടുത്താൽ ആ കിട്ടുന്ന ആൾ എന്തായിരിക്കും? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ മാസ് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, വോളിയം ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇവരുടെ റേഷ്യോ എടുക്കുമ്പോഴാണ് നമുക്ക് ഡെൻസിറ്റിയെ കിട്ടുന്നത്. എങ്കിൽ ഡെൻസിറ്റി എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ താഴെ തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നുകൊണ്ട് സംശയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓപ്ഷൻ 2 സെലക്ട് ചെയ്യാം. മാസ് ബൈ വോളിയം. റേഷ്യോ ഓഫ് മാസ് ആൻഡ് വോളിയം ഈസ് കോൾഡ് ഡെൻസിറ്റി ആൻഡ് ഡെൻസിറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഡെൻസിറ്റി എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. ഇനി എന്തുകൊണ്ട് ഡെൻസിറ്റി ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയി, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരത്തിലോട്ട് എത്തിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം the ratio of two extensive properties will be always an intensive property. രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന്റെ റേഷ്യോ എടുത്താൽ തീർച്ചയായിട്ടും ആ കിട്ടുന്ന ആൾ എന്തായിരിക്കും? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഈ തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി മാസ് ബൈ വോളിയം ആണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി ആണ്. ഓപ്ഷൻ 2 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In thermodynamics, which one of the following is not an intensive property? തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി അല്ലാത്തതാര് എന്നുള്ളതാണ് ചോദ്യം. തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി അല്ലാത്തതാര്, അതായത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആര് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പ്രഷർ. മക്കളെ പ്രഷറിനെ എടുത്താൽ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. പ്രഷർ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. തൊട്ട് മുന്നത്തെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഡെൻസിറ്റി. ഡെൻസിറ്റി ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഡെൻസിറ്റിയും എന്തിന് എക്സാമ്പിളാ? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാ. മക്കളെ ടെമ്പറേച്ചറിനെ എടുത്താൽ ടെമ്പറേച്ചർ ഈസ് ഓൾസോ ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ടെമ്പറേച്ചറും എന്തിന് എക്സാമ്പിളാ? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാ. അപ്പോൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി അല്ലാത്തതാര്? നമുക്ക് ഓപ്ഷൻ 3 കാണാം. വോളിയം. വോളിയം എന്താണ്? ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. നമ്മൾ മോളാർ വോളിയം എന്നല്ല പറയുന്ന, ഒരാളിന്റെ വോളിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആയിരിക്കും. പക്ഷേ മോളാർ വോളിയം എന്നാണ് പറയുന്നതെങ്കിൽ അത് എന്തായിരിക്കും? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. കാര്യം എന്താ? ഞാൻ ഒരു വസ്തുവിനെ മുറിച്ച് ചെറുതാക്കുന്നു. ഓക്കെ, ഇപ്പം ഇതാണ്ട ഇവിടെ ഒരു കുപ്പിയുണ്ട്. ആ കുപ്പിയിൽ 1 ലിറ്റർ വെള്ളം ഇരിക്കുകയെന്ന് വെക്കുക. ഞാൻ ഇതിൽ നിന്ന് 1/2 ലിറ്റർ വെള്ളം എടുത്ത് മാറ്റുന്നു. തീർച്ചയായിട്ടും നമ്മൾ വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കളഞ്ഞാൽ അതിന്റെ വോളിയത്തിന് തീർച്ചയായിട്ടും മാറ്റം വരും. അതിന്റെ അർത്ഥം എന്താ? ഈ വോളിയം എന്ന് പറയുന്ന ആള് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. നമുക്ക് ഓപ്ഷൻ 3 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ? ഓക്കെ, നമ്മളിവരെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാ? സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. ഓക്കെ, നമ്മളൊരു പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇനിഷ്യൽ ഫൈനൽ സ്റ്റേറ്റുകളെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. നമ്മളൊരു പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയെ പറ്റി നോക്കുന്ന സമയത്ത് അവരുടെ ഇനിഷ്യൽ ഫൈനൽ സ്റ്റേറ്റ് കൂടാതെ ഇനിഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക് എത്തുന്ന പാത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെ പേരാണ് പാത്ത് ഫംഗ്ഷൻ. ഓക്കെ ആണോ? രണ്ട് പ്രധാനപ്പെട്ട പാത്ത് ഫംഗ്ഷനുകൾ പറഞ്ഞു തരാം. ഹീറ്റ്, വർക്ക്. ഇത് രണ്ടും എന്തിന് എക്സാമ്പിൾ ആണ്? പാത്ത് ഫംഗ്ഷനുകൾക്ക് എക്സാമ്പിൾ ആണ്. സോ ഈ രണ്ട് ആളുകളെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ ഇനിഷ്യൽ ഫൈനൽ സ്റ്റേറ്റുകളെ പറ്റി മാത്രം കൺസിഡർ ചെയ്താൽ പോരാ. ഇനിഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക് എത്തുന്ന പാത്തിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? കൺസിഡർ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ? ഇന്റേണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എൻതാൽപി ഈസ് ഓൾസോ എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എൻട്രോപ്പി ഈസ് ഓൾസോ എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ പെടാത്ത പാത്ത് ഫംഗ്ഷൻ ആയിട്ടുള്ളത് ആരാണ്? വർക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു പാത്ത് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. വർക്ക് നമുക്ക് ഓപ്ഷൻ 3 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഓക്കെ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 mole of a gas occupying 3 liter volume is expanded against a constant external pressure of 1 atmosphere to a volume of 15 liter. The work in this process. ഓക്കെ മക്കളെ, ദാ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. ദാ 3 ലിറ്റർ വോളിയത്തിൽ ഇരുന്ന ഒരു ഗ്യാസ്. ഓക്കെ, ആ ഗ്യാസ് ഒരു കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ, അതായത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നമ്മൾ ആ ഗ്യാസിനെ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. എന്നിട്ട് എത്രയാക്കി മാറ്റി? 15 ലിറ്റർ വോളിയം ആക്കി മാറ്റി. എങ്കിൽ ഇവിടെ നടന്ന വർക്ക് എത്രയെന്നാണ് ചോദ്യം. എങ്കിൽ മക്കളെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വർക്ക് W ആണെങ്കിൽ വർക്ക് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി.
W ഈക്വൽ ടു പി ഡെൽറ്റ വി എന്നറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്പാൻഷൻ ആണ് നടന്നത്. എക്സ്പാൻഷൻ വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് എന്ന് കൊടുക്കാം. സോ W എന്താ മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ കിട്ടിയ എക്സ്റ്റേണൽ പ്രഷർ എത്രയായിരുന്നു? 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലായിരുന്നു ഇവിടെ ഉള്ളത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാ? 1 atm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? നമുക്ക് ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ ചെയ്താൽ മതി. ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം 15 മൈനസ് ഇനിഷ്യൽ വോളിയം എത്രയാ? 3. നമുക്ക് എത്ര എന്ന് കിട്ടും? 12 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണോ? നേരെ നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് പി എക്സ്റ്റേണൽ മൈനസ് 1 ഇൻറ്റു എത്ര? 12 എന്ന് കിട്ടും. ഓക്കെ, മൈനസ് 1 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര? മൈനസ് 12. ഇനി യൂണിറ്റ് പറഞ്ഞേ, യൂണിറ്റ് ലിറ്റർ അറ്റ്മോസ്ഫിയർ. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന ഓപ്ഷനകത്ത് വാല്യൂസ് മൊത്തം, വർക്കിൻ്റെ വാല്യൂസ് മൊത്തം തന്നിരിക്കുന്ന എന്തിലോട്ടാ? ജൂളിലോട്ടാ തന്നിരിക്കുന്നത്. എങ്കിൽ മക്കളെ നമുക്കറിയാം, ദാ 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ, 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 101.31 ജൂളാണ് എന്ന് നമുക്കറിയാമല്ലോ. 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എത്രയാ? 101.31 ജൂൾ. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വർക്ക് ഈക്വൽ ടു മൈനസ് 12 ലിറ്റർ അറ്റ്മോസ്ഫിയർ അല്ലേ? അപ്പോൾ മൈനസ് 12 ഇൻറ്റു അതിനെ ജൂളിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? 101.31. അത്രയും ജൂൾ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയെന്ന് കിട്ടുമെന്ന് വെച്ചാൽ 1000 മൈനസ് 1215.6 ജൂൾ എന്ന് കിട്ടും. മൈനസ് 1215.6 ജൂൾ എന്ന് കിട്ടും. ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് 1.215 ഇൻറ്റു 10⁻³ ജൂൾ എന്ന് കിട്ടും നമുക്ക്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന വർക്ക്, മൈനസ് 1.215 ഇൻറ്റു 10⁻³ ജൂൾ. നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻ അത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ദാ ഓപ്ഷൻ 1 ഇതുപോലൊരു വാല്യൂ ഉണ്ട്. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. എന്താ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ദ വർക്ക് ഡ്യൂറിംഗ് ദ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഫ്രം എ വോളിയം ഓഫ് 4 decimeter cube to 6 decimeter cube against a constant external pressure of 3 atmospheres. ഇവിടെയും എക്സ്പാൻഷൻ തന്നെയാണ് നടന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? വർക്കിന്റെ ഇക്വേഷൻ എഴുതാം. നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ, W ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ഓക്കെ ആണോ? പി എക്സ്റ്റേണൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാ? 3 അറ്റ്മോസ്ഫിയർ. ഓക്കെ ആണേ. ചേഞ്ച് ഇൻ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. എന്താ? ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആവാനാണ് ഞാൻ സ്റ്റെപ്പുകൾ ഇത്ര എഴുതുന്നത്. നിങ്ങൾക്കറിയാം, ശരിക്കും നമുക്ക് ഇത്രയും സ്റ്റെപ്പുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ എത്രയാ? 6. ഫൈനൽ വാല്യൂ മൈനസ് 4 എത്രയെന്ന് കിട്ടും? 2 decimeter cube എന്ന് കിട്ടും. ഓക്കെ ആണോ മക്കളെ? ഇനി നിങ്ങൾ ഓർക്കുക, 1 decimeter cube തന്നെയാണ് 1 ലിറ്റർ. 1 decimeter cube തന്നെയാണ് 1 ലിറ്റർ. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ വോളിയം എത്രയെന്ന് എഴുതാം? 2 ലിറ്റർ എന്ന് എഴുതിക്കൂടെ? ക്ലിയർ ആണോ? നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം. വർക്ക് W ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ 3 ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം 2. നമുക്ക് എത്രയെന്ന് കിട്ടും? മൈനസ് 6 ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് കിട്ടും. പക്ഷേ ഇവിടെയും നമുക്ക് എന്തിലാ തന്നിരിക്കുന്നത്? ജൂളിലാ തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എന്താ? 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ, 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 101.31 ജൂള്. 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 101.31 ജൂൾ അല്ലേ? എങ്കിൽ നമുക്ക് ദാ മൈനസ് 6 ഇൻറ്റു 101.31. ഓക്കെ, ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? ദാ മൈനസ് 607.8 ജൂൾ എന്ന് കിട്ടും. മൈനസ് 607.8 ജൂൾ എന്ന് കിട്ടും. കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കുക. മൈനസ് 607.8 ജൂൾ എന്ന് പറയുന്ന വാല്യൂ ഇല്ല, പക്ഷേ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്ക് ഓപ്ഷൻ 1 മൈനസ് 608 ജൂൾ എന്ന് കാണാൻ പറ്റും. സോ നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് 608 ജൂൾ എടുക്കാം. 608 ജൂൾ ഓപ്ഷൻ 1 ഉണ്ട്. സോ മക്കളെ, ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. ദാ നേരത്തെ നമ്മൾ ചെയ്ത അതേ മോഡലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. തെറ്റരുത്, ശ്രദ്ധിച്ച് ചെയ്യുക, കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കുക. ഞാനും ഇതെല്ലാം ചെയ്ത് നോക്കുന്നുണ്ട്. അല്ല, നോക്കിയൊന്നും നമുക്ക് പെട്ടെന്ന് ഗുണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാൽക്കുലേഷൻസ് ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റൂ. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 0 ഫോർ ആൻ ഐസോകോറിക് പ്രോസസ്? ഒരു ഐസോകോറിക് പ്രോസസ്സിന്റെ കേസിൽ 0 ആയിട്ട് വരുന്നത് ഏതാണ് മക്കളെ? എങ്കിൽ നമ്മൾ കുറേ തെർമോഡൈനാമിക് പ്രോസസ്സുകളുടെ പേര് പഠിക്കുന്നുണ്ട്. അതിൽ ആരെയാ ഐസോകോറിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്? എ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം. ദാ
ആരാ ഐസോകോറിക് പ്രോസസ് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോകോറിക് പ്രോസസ്സ്. ഒരു പ്രോസസ്സ് നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ, വോളിയത്തിന് ചേഞ്ച് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ വി ഈക്വൽ ടു 0 എന്ന് പറയാം. അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് ഐസോകോറിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 0? ചേഞ്ച് ഇൻ വോളിയം ആയിരിക്കും 0 ആയിട്ട് വരുന്നത്. നമ്മൾ ഓപ്ഷൻ 2 നോക്കുവാണെങ്കിൽ നമുക്ക് ഡി വി ചേഞ്ച് ഇൻ വോളിയം കാണാൻ പറ്റും. സോ ഒരു ഐസോകോറിക് പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ വോളിയം ഡി വി എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അത് ഓപ്ഷൻ 2 സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണ്? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ദ പ്രോസസ് ഇൻ വിച്ച് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം ഈസ് ടേംഡ് ആസ്. ഒരു പ്രോസസ്സ് നടക്കുന്നു. ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് വരുന്നതുമില്ല പോകുന്നതുമില്ല. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരുന്ന ഹീറ്റും 0 ആണ്, ഇവിടെ നിന്ന് പോകുന്ന ഹീറ്റും എന്താണ്? 0 ആണ്. ഓക്കെ ആണോ? ഇൻവേർഡ് ഹീറ്റ് സിസ്റ്റത്തിനുള്ളിലേക്ക് വരുന്ന ഹീറ്റും 0 ആണ്. ഔട്ട്വേർഡ് ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഹീറ്റും 0 ആണ്. എങ്കിൽ ഞാൻ പറയുന്നു എ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് ഹീറ്റ് കണ്ടന്റ്. കോൺസ്റ്റന്റ് ഹീറ്റ് കണ്ടന്റിൽ നടക്കുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സിന്റെ ചേഞ്ച് ഇൻ ഹീറ്റ് കണ്ടന്റ് ഡി ക്യൂ ഡെൽറ്റ ക്യൂ എന്താണ്? 0 ആണെന്ന് പറയാം. ഇതുപോലെയുള്ള സിസ്റ്റങ്ങളെയാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അറിയാവല്ലോ, പഠിച്ചിട്ടുള്ളതാണല്ലോ. എങ്കിൽ നമ്മുടെ ചോദ്യം എന്താ? ദ പ്രോസസ് ഇൻ വിച്ച് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ് ദ സിസ്റ്റം ഈസ് ടേംഡ് ആസ്, ഇറ്റ്സ് ടേംഡ് ആസ് ആൻ അഡയബാറ്റിക് പ്രോസസ്. ഓക്കെ, അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അഡയബാറ്റിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് ഓപ്ഷൻ 4 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, എ സിസ്റ്റം അബ്സോർബ്സ് 300 calorie ഓഫ് ഹീറ്റ്. With the result of that, the volume of the system becomes double of its initial volume. And the temperature changes from 273 Kelvin to 546 Kelvin. The work done by the system on the surroundings is 200 calorie. Calculate delta I. മക്കളെ, internal energy. Internal energy നമ്മൾ U അല്ലെങ്കിൽ E കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ ആണേ. എന്താ ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിനകത്തുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു എനർജീസിന്റെയും സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റേണൽ എനർജി. ഈ ഇന്റേണൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. എന്താ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയല്ലേ? Energy can neither be created nor be destroyed. It can simply be converted from one form to another. ഇങ്ങനെയല്ലേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ഫോം നമ്മൾ പഠിക്കുന്നുണ്ട്. U ഈക്വൽ ടു Q പ്ലസ് W, അല്ലെങ്കിൽ ഡെൽറ്റ U ഈക്വൽ ടു Q മൈനസ് P ഡെൽറ്റ V എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മളടുത്തൊരു കേസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റം അത് 300 calorie എനർജി എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. സോ ഞാൻ എന്താ Q എത്രയായിട്ട് എടുക്കുന്നു? 300 calorie ആയിട്ട് എടുക്കുന്നു. ഓക്കെ ആണേ. എന്നിട്ട് ആ ഒരു എനർജി വെച്ചിട്ട്, ആ ഒരു ഹീറ്റ് വെച്ചിട്ട് ഇയാൾ എന്താ ചെയ്യുന്നത്? സിസ്റ്റത്തിന്റെ വോളിയം ഡബിളായി, ഇനിഷ്യൽ വോളിയത്തിന്റെ ഡബിൾ ആക്കി മാറ്റി. ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടായി. 273 കെൽവിനിൽ നിന്ന് 546 കെൽവിൻ ആയിട്ട് മാറി. നമുക്ക് പറയാം വോളിയം, ഇനിഷ്യൽ വോളിയം V ആണെങ്കിൽ അത് എത്രയായിട്ട് മാറി? 2 times ഇനിഷ്യൽ വോളിയം ആയിട്ട് മാറി. ടെമ്പറേച്ചറിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്രയായിട്ട് മാറി? 273 കെൽവിനിൽ ഇരുന്ന ടെമ്പറേച്ചർ എത്രയായിട്ട് മാറി? 273 കെൽവിനിൽ നിന്നത് 546 കെൽവിൻ ആയിട്ടൊക്കെ മാറി. ഓക്കെ ആണേ. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഓൺ ദ സറൗണ്ടിങ്സ് ഈസ് 200 calorie. അപ്പോൾ സിസ്റ്റം ചെയ്ത വർക്ക്, സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം വർക്കിനെ നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കുന്നത് എങ്ങനെയാ? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും. സോ ഈ വർക്ക് എത്രയാണെന്ന് കിട്ടും? നമുക്ക് -200 calorie ആണെന്നും കിട്ടും. എങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് എന്താ പറയാം? നമുക്ക് പറയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ഫോം നമ്മൾ ഇങ്ങോട്ട് എഴുതിയതേ ഉള്ളൂ. ഡെൽറ്റ U ഈക്വൽ ടു Q പ്ലസ് W. നമ്മൾ തൽക്കാലം W എന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പോവാ. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി നമുക്ക് കണ്ടുപിടിക്കണം. മക്കളെ Q ഹീറ്റ് എത്രയാ? 300 അല്ലേ?
പ്ലസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ്. സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് നമ്മൾ എത്രയായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. -200. നമുക്ക് എത്രയെന്ന് കിട്ടും? 300 - 200 100 കലോറി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഇ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 100 കലോറിയാണ് ഇന്റേണൽ എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്. അത് നമുക്ക് ഓപ്ഷൻ 3 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇന്ന് കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് 300 Kelvin ഈസ് എക്സ്പാൻഡഡ് ഐസോതെർമലി. ഓക്കെ, 300 കെൽവിനിലായിരുന്നു ഇരുന്നത്. അതിന് ഐസോതെർമൽ എക്സ്പാൻഷൻ ഉണ്ടായി ഫ്രം ആൻ ഇനിഷ്യൽ വോളിയം ഓഫ് 1 liter ടു 10 liter. അതിൻ്റെ ഇനിഷ്യൽ വോളിയം വി ഇനിഷ്യൽ 1 liter ആയിരുന്നു. അതിൻ്റെ ഫൈനൽ വോളിയം എത്രയാണ്? 10 liter. ഓക്കെ ആണോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റേണൽ എനർജി ചേഞ്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ആറിൻ്റെ വാല്യൂ ഒക്കെ തരുന്നുണ്ട്. ആറിൻ്റെ വാല്യൂ നമുക്കറിയാം 1.987 കലോറി പെർ കെൽവിൻ പെർ മോൾ ആണ്. പക്ഷേ ഇവിടെ അവർ എത്രയായിട്ട് എടുക്കാൻ പറയുന്നുണ്ട്? 2 കലോറി പെർ കെൽവിൻ പെർ മോൾ ആയിട്ട് എടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ എങ്കിൽ മക്കളെ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ആരുടെ കേസാണ് പറയുന്നത്? ഐഡിയൽ ഗ്യാസിൻ്റെ കേസാണ് പറയുന്നത്. മക്കളെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. PV = nRT. ഇത് ഏതൊരു പ്രഷറിലും വോളിയത്തിലും ടെമ്പറേച്ചറിലും ഒബേ ചെയ്യുന്ന ഗ്യാസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എങ്കിൽ നിങ്ങൾ എല്ലാവരും ഓർത്തിരുന്നോ, ഇന്റേണൽ എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഇന്റേണൽ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഇന്റേണൽ എനർജി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണേ? ഇനി പറയുന്ന കാര്യം കേട്ടോണം. ഇത് എങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ്? ഒരു ഐസോതെർമൽ പ്രോസസ് അല്ലേ? എന്താ ഐസോതെർമൽ പ്രോസസ് എന്ന് വെച്ചാൽ? എ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ മീനിങ് എന്താ? ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചറിന് യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഉണ്ടാകില്ല. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ് വിൽ ബി 0. ഒരു ഐസോതെർമൽ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ടെമ്പറേച്ചറിന്റെ ചേഞ്ച് എത്രയാണ്? 0 ആണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇന്റേണൽ എനർജി ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഇന്റേണൽ എനർജി ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ടെമ്പറേച്ചറിനുള്ള ചേഞ്ച് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്റേണൽ എനർജിക്കുള്ള ചേഞ്ച് ഡെൽറ്റ ഇ അതും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഡേറ്റാസ് ഒക്കെ തന്നിട്ട് ഈ ഒരു ചോദ്യത്തിനകത്ത് നമ്മളെ കുരുക്കാനായിട്ട് അവർ ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? ഐസോതെർമലി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കണം, ഇന്റേണൽ എനർജി ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഇന്റേണൽ എനർജി ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇതൊരു ഐസോതെർമൽ പ്രോസസ് ആണ്. ഇവിടെ ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി 0 ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇന്റേണൽ എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ത് തന്നെയായിരിക്കണം? 0 തന്നെയായിരിക്കണം. ഓപ്ഷൻ 4 നമുക്ക് 0 എന്ന് കാണാം. സോ മക്കളെ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നിങ്ങൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചുകൊണ്ട് ഗുണിച്ചും ഹരിച്ചും ഒക്കെ നോക്കാൻ നേരം നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. തീർച്ചയായിട്ടും ഈ ആൻസർ ഈ ഓപ്ഷനിലും കാണും. പക്ഷേ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആക്കുക. ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം. ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാകുന്നില്ല. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ ഇ എന്തായിട്ട് എടുക്കുന്നു? 0 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മക്കളെ എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഇൻ ആൻ ഐസോകോറിക് പ്രോസസ് ദ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഈസ്. മക്കളെ കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ്സുകളെയാണ് ഐസോകോറിക് പ്രോസസ് എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം എന്താ പഠിച്ചിട്ടുണ്ട്? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് വർക്ക്, അല്ലെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് എന്ത് തരം പ്രോസസ്സാണ്? ഐസോകോറിക് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ വോളിയം ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് നമുക്കറിയാമല്ലോ. എങ്കിൽ ഈ ടേം മൊത്തത്തിൽ എന്തായിട്ടങ്ങ് പോവും? 0 ആയിട്ടങ്ങ് പോകത്തില്ലേ? നമുക്ക് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ. ഇനി കോൺസ്റ്റന്റ് വോളിയത്തിലായതുകൊണ്ട് ക്യൂ വി എന്ന് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം കേട്ടോ. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇതായിരിക്കും ഒരു ഐസോകോറിക് പ്രോസസ്സ്. കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ഹീറ്റ് അബ്സോർബ്ഡ്.
ഓക്കെ, കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സിന്റെ കേസിൽ ഇന്റേണൽ എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ അത് ആ സിസ്റ്റം അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിന് ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ യു ഈക്വൽ ടു ക്യു വി എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഇങ്ങനെ പറയാം, ഇൻ ആൻ ഐസോകോറിക് പ്രോസസ് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു ദി ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് കണ്ടെയ്നർ, ഒരു ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് കണ്ടെയ്നർ ആണ്. എ ലിക്വിഡ് ഈസ് സ്റ്റിർഡ് വിത്ത് എ പാഡിൽ ടു ഇൻക്രീസ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ഇൻ ദിസ് പ്രോസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? മക്കളെ, ഒരു ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് കണ്ടെയ്നർ ആണ്. ഓക്കെ, ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനെ എടുത്താൽ തീർച്ചയായിട്ടും ആ ഒരു സിസ്റ്റത്തിന് സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റിന്റെ ട്രാൻസ്ഫർ പോസിബിൾ അല്ല. സോ ഞാൻ പറയുന്നു ക്യൂ ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇത് ഒരു എന്താണെന്ന് നമുക്ക് പറയാം, ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഒരു അഡയബാറ്റിക് പ്രോസസ് ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താ? ഇവിടെ ഇത് ക്ലോസ്ഡ് ആണ്, ഇൻസുലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിന് സറൗണ്ടിങ്സുമായിട്ട് യാതൊരു തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറും പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് ക്യൂ ഈക്വൽ ടു എന്താ? 0 ആണെന്ന് എഴുതിക്കൂടെ? എങ്കിൽ മക്കളെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോണേ. താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ദാ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ ഇ അല്ലെങ്കിൽ ഡെൽറ്റ യു കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ക്യൂ എന്താണ്? ഹീറ്റ് ആണ്. എങ്കിൽ നമുക്ക് ഡെൽറ്റ ഇ ഈക്വൽ ടു എന്തെന്ന് പറയാം? ഡബ്ല്യു എന്ന് പറയാം. ഡെൽറ്റ ഇ ഈക്വൽ ടു എന്തെന്ന് പറയാം? ഡബ്ല്യു എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി ഈ ഡബ്ല്യു എന്ന് പറയുന്ന ഡെൽറ്റ ഇയുടെ വാല്യൂ 0 ആകുമോ? ഒരിക്കലും 0 ആകത്തില്ല. ഓക്കെ, സോ നമുക്ക് പറയാം ക്യൂ ഹീറ്റ് എന്താണ്? 0 ആണ്. കാര്യം ഇതൊരു ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് സിസ്റ്റം ആണ്. ഇവിടുത്തെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡബ്ല്യു വർക്കിന് ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ ആണ്? അത് കറക്റ്റ് ആയിട്ട് പറയുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ 3 ഉണ്ട്. സോ മക്കളെ, ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സിംപ്ലി കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഇത്. എത്രയും ആ ഒരു പ്യുവർ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനുകളാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ സോളിഡ് മെൽറ്റ്സ് ദെയർ ഈസ്, ഒരു സോളിഡ് മെൽറ്റ് ആകും. നമുക്കറിയാം മെൽറ്റിംഗ് എന്ന പ്രോസസ്സിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? എന്താ? ഒരു സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നു. ഓക്കെ മക്കളെ, ഞാൻ പറയുന്ന കണക്ക് ചിന്തിക്കണേ. ഒരു സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കാൻ നേരം നമുക്കറിയാം പാർട്ടിക്കിൾസ് എല്ലാം വളരെ ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത് ഇല്ലേ? ഇങ്ങനെ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാളെ നമ്മൾ ലിക്വിഡായിട്ട് മാറ്റണമെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ട്? കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഇങ്ങനെ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാളെ നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവരുടെ ഇടയിലുള്ള ഈ പറയുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയൊക്കെ എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. അങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സിനെയൊക്കെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് ഇയാളെ എന്ത് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റൂ? ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ള കാര്യം അറിയാം. ഇനി ഇവർക്കിടയിലുള്ള ഈ അട്രാക്ഷനെ ഓവർകം ചെയ്യണമെങ്കിൽ, അട്രാക്ഷനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ വേണം? അങ്ങോട്ട് എനർജി കൊടുക്കണം. ഓക്കെ ആണേ? നമുക്കറിയാം, നമ്മൾ എൻതാൽപ്പിയെ പറ്റി പഠിച്ചോണ്ട് ഇല്ലേ? എൻതാൽപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുന്നു. ആ സിസ്റ്റത്തിലേക്ക് ഞാൻ എനർജി കൊടുക്കുന്നതെങ്കിൽ, ഇതാണ് എൻ്റെ സിസ്റ്റം. ഓക്കെ, ഈ സിസ്റ്റത്തിലേക്ക് ഞാൻ എനർജി കൊടുക്കുവാണെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സുകളെ ഞാൻ എന്തെന്നാണ് വിളിക്കുന്നത്? എൻഡോതെർമിക് പ്രോസസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഹീറ്റ് അബ്സോർബിങ് പ്രോസസ്. ഇങ്ങനെയുള്ള എൻഡോതെർമിക് പ്രോസസ്സുകൾ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും എന്ന് നമുക്കറിയാം. ഇനി ഒരു സിസ്റ്റം ഹീറ്റിനെ പുറത്തേക്ക് വിടുവാണെങ്കിലോ, സിസ്റ്റം ഹീറ്റിനെ പുറന്തള്ളുവാണെങ്കിലോ, അങ്ങനെയുള്ള പ്രോസസ്സുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? എക്സോതെർമിക് എന്ന് വിളിക്കും. അങ്ങനെയുള്ള പ്രോസസ്സുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? എക്സോതെർമിക്, ഹീറ്റ് ലിബറേറ്റിംഗ് ആയുള്ള പ്രോസസ്സ്. അങ്ങനെയുള്ള എക്സോതെർമിക് പ്രോസസ്സുകളുടെ കേസിൽ അവരുടെ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യവും നമുക്കറിയാം. ഓക്കെ ആണേ? അപ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സുകളുടെ കേസിൽ ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രോസസ്സുകളെ നമ്മൾ എൻഡോതെർമിക് എന്ന് വിളിക്കും. ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളുടെ കേസിൽ അവരുടെ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രോസസ്സുകളെ നമ്മൾ എക്സോതെർമിക് എന്ന് വിളിക്കും. ഇനി മക്കളെ ശ്രദ്ധിച്ചിരിക്കണേ, ഒരു സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് എനർജി കൊടുക്കണം. ഇതാണ് നമ്മുടെ സിസ്റ്റം എങ്കിൽ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് എനർജി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇവരുടെ ഇടയിലുള്ള ഹീറ്റിനെ, ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഓവർകം ചെയ്യാനും ഇവരെ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറ്റാനും പറ്റൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് എനർജി കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് തരം പ്രോസസ് ആയിരിക്കും? എൻഡോതെർമിക് ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും. അവരുടെ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് പറയാം, വെൻ എ സോളിഡ് മെൽറ്റ്, ഒരു സോളിഡ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത്
ദർ ഇസ് ഇൻക്രീസ് ഇൻ എൻതാൽപ്പി. അതിൻ്റെ എൻതാൽപ്പി വാല്യൂ എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ പറയുന്ന ഓപ്ഷൻ 2 ആണ്. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫോർ ദ റിയാക്ഷൻ N2 + 3H2 gives 2NH3, which of the following is valid? ഇതുപോലൊരു കെമിക്കൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലോട്ട് തന്നിട്ടുണ്ട്. എന്താ? N2 + 3H2 gives 2NH3. മക്കളെ ഇതിനകത്തുള്ള ഓരോ ആളുകളുടെ സ്റ്റേറ്റ് നമുക്കൊന്ന് റെഫർ ചെയ്യാം. എല്ലാവരും എന്ത് സ്റ്റേറ്റിലായിരിക്കുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ എൻതാൽപ്പിയെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് എൻതാൽപ്പിയാണ് നമ്മൾ എച്ച് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇല്ലേ? എൻതാൽപ്പിയെ നമ്മൾ എച്ച് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? H = U + PV നമ്മൾ പഠിച്ചോണ്ട്. ഇറ്റ് ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം വർക്ക് നമ്മൾ പഠിച്ചോണ്ട്. എങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി ΔH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ΔU + P∆V എന്ന് പറയാം. അല്ലെങ്കിൽ ΔH = ΔU + ΔNRT എന്നും പറയാം. NGRT. ഓക്കെ, ΔNRT എന്നും പറയാം. ഇതിൽ ΔNG എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ΔNG എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റന്റ് ചെയ്താൽ മതിയല്ലോ. ΔNG എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റന്റ് ചെയ്താൽ മതി. ഓക്കെ ആണേ? ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലോട്ട് തിരിച്ചു വരാം. ഈ ഇക്വേഷൻ നമ്മൾ എടുക്കുക. എന്താ? ΔH = ΔU. ഇവിടെ ΔE എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ΔE + ΔNGRT. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇവിടെ നമുക്ക് ΔNG എങ്ങനെ കണ്ടുപിടിക്കാം? ΔNG ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റന്റ് ആണ്. ഈ തന്നിരിക്കുന്ന റിയാക്ഷനകത്ത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പ്രോഡക്റ്റുകളുടെ നമ്പർ ഓഫ് മോൾസ് 2 മൈനസ് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള റിയാക്റ്റന്റുകളുടെ നമ്പർ ഓഫ് മോൾസ് 1 + 3 എത്രയാ? 4. നമുക്ക് എത്രയെന്ന് കിട്ടും? -2 എന്ന് കിട്ടത്തില്ലേ? ക്ലിയർ ആണോ? ഈ വാല്യൂ എടുത്ത് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ΔH = ΔE - 2RT എന്ന് നമുക്ക് കിട്ടും. ഓക്കെ മക്കളെ, നമുക്കൊരു റിലേഷൻ കിട്ടി. ΔH = ΔE - RT. 2RT - 2RT എന്ന് നമുക്ക് കിട്ടി. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ΔE എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് -2RT കുറച്ചാൽ മാത്രമേ നമുക്ക് ΔH കിട്ടൂ. T എന്താണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ ആണ്. നെഗറ്റീവ് ആവത്തില്ല. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഇയാൾ നെഗറ്റീവ് ആവത്തില്ല. സോ നമുക്ക് പറയാം ΔE ആണ് വലുത്, ΔH ആണ് ചെറുത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ΔE വിൽ ബി ഗ്രേറ്റർ ദാൻ ΔH എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ശരി. അത് നമുക്ക് ഓപ്ഷൻ 2 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? എളുപ്പമല്ലേ? കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം നമുക്ക്. ഹീറ്റ് എക്സ്ചേഞ്ച്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് കോൾഡ്. കോൺസ്റ്റന്റ് പ്രഷർ മക്കളെ, കോൺസ്റ്റന്റ് പ്രഷറിലിരിക്കുന്ന അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ഐസോബാറിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നു. കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കും? ഐസോബാറിക് പ്രോസസ്സ്. ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിന്റെ കേസിൽ ചേഞ്ച് ഇൻ പ്രഷർ ΔP എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് ΔH എൻതാൽപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ΔU + P∆V നമ്മൾ പഠിച്ചോണ്ടല്ലോ. ഇനി നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചോണ്ട് അവിടെ നമുക്കറിയാം ΔU എന്ന് പറയുന്നത് എന്താ? Q - P∆V. ഈ വാല്യൂ എടുത്ത് ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്ത് നോക്കേ. ΔH = ΔUന്റെ വാല്യൂ Q - P∆V പ്ലസ് എന്തുണ്ട്? P∆V. ഇതും ക്യാൻസൽ ആയി പോകത്തില്ലേ? നമുക്ക് എന്തെന്ന് കിട്ടും? ΔH = Q. എപ്പോൾ ഉള്ള Q? കോൺസ്റ്റന്റ് പ്രഷറുള്ള Q. അപ്പോൾ QP എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പറയാം കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഹീറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഹീറ്റ് എക്സ്ചേഞ്ച്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷറിലിരിക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഹീറ്റിനെ എന്തെന്ന് വിളിക്കും? അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എൻതാൽപ്പി എന്ന് വിളിക്കാം. അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എൻതാൽപ്പി എന്ന് വിളിക്കാം. മക്കളെ, എൻതാൽപ്പി എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2 കാണാൻ പറ്റും. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ?
എളുപ്പമല്ലേ? എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Okay, latent heat of vaporization of a liquid at 500 Kelvin and 1 atmospheric pressure is 10 kilocalorie per mole. Okay, what will be the change in internal energy of 3 mole of liquid at the same temperature and pressure? മക്കളെ, ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് ഇരിക്കുന്ന ടെമ്പറേച്ചർ 500 കെൽവിൻ. ടെമ്പറേച്ചർ 500 കെൽവിൻ. ഓക്കെ ആണേ. ആ സമയത്തുള്ള ആ ലിക്വിഡിന്റെ പ്രഷർ എത്രയാ? 1 അറ്റ്മോസ്ഫറിക് പ്രഷർ. ക്ലിയർ ആണേ. ആ സമയത്ത് അതിന്റെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ 10 കിലോ കാലോറി പെർ മോൾ ആണെന്ന് പറയുന്നു. ലേറ്റന്റ് ഹീറ്റ് എന്താണെന്നുള്ള കാര്യമൊക്കെ അറിയാമല്ലോ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് 3 മോൾ ഓഫ് ലിക്വിഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ? ഓക്കെ, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എന്താ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്താ കിട്ടുമെന്ന് നോക്കാമല്ലോ. ഇതാ നോക്കിക്കേ, ഡെൽറ്റ എച്ച് എങ്ങനെ കണ്ടുപിടിക്കും? 3 മോളല്ലേ, 3 ഇൻറ്റു എത്രയാ? 10 കിലോ കലോറി. അപ്പൊ 10 ഇൻറ്റു കിലോ അല്ലേ, അതിനപ്പോൾ കലോറിയിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 10⁻³ ചെയ്യണം. ഈക്വൽ ടു ഡെൽറ്റ യു, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് ഡെൽറ്റ എൻ ജി, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. നമുക്ക് എത്രയായിട്ട് എടുക്കാം? 3 ആയിട്ട് എടുക്കാവേ. 3 ഇൻറ്റു ആറ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ആറിന്റെ വാല്യൂ കലോറി ആണെങ്കിൽ 1.987 കലോറി പെർ കെൽവിൻ പെർ മോൾ എന്ന് നമുക്ക് പറയാം. എന്നാൽ നമുക്ക് ഇതിനെ റൗണ്ട് ചെയ്ത് എന്തെന്ന് എടുക്കാം? 2 എന്ന് എടുക്കാം. ഓക്കെ ആണോ? അപ്പോൾ 2 ഇൻറ്റു ടി, ടെമ്പറേച്ചർ തരുന്നുണ്ട്, എത്രയാ? 500. ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്ടോ മക്കളെ? 3 ഇൻറ്റു 10 30, 30 ഇൻറ്റു 1000 എത്രയാ? 30,000, 30,000 ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് 3 ഇൻറ്റു 2 6, 6 5 30, പിന്നെ 2 0, അപ്പോൾ 3000. ഓക്കെ ആണേ. ഡെൽറ്റ യു ഈക്വൽ ടു എന്താന്ന് കിട്ടും? 30,000 മൈനസ് 3000. ഓക്കെ, ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതാ എത്രയെന്ന് കിട്ടും? 27,000 കലോറി എന്ന് കിട്ടും. 27,000 കലോറി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഇതിനെ നമ്മൾ എന്താ ചെയ്യാൻ പോവുക? ഇതിനെ ഞാൻ 27 കിലോ കലോറി എന്ന് എഴുതുന്നു. എത്ര എന്ന് എഴുതുന്നു? 27 കിലോ കലോറി എന്ന് എഴുതുന്നു. എന്താ, കലോറിയിലുള്ള വാല്യൂവിനെ കിലോ കലോറിയിലോട്ട് മാറ്റുന്നു. 27 കിലോ കലോറി എന്ന് എഴുതുന്നു. ഓക്കെ, അത് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഓപ്ഷൻ 3യിൽ കാണാൻ പറ്റും. സോ മക്കളെ, ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What will be the value of delta Ng if we consider the combustion of 1 mole of liquid ethanol if reactants and products are at 298 Kelvin? 1 മോള് ലിക്വിഡ് എത്തനോളിന് കമ്പഷൻ നടക്കുന്നു. മക്കളെ, എത്തനോളിന്റെ ഫോർമുല എന്താ? C2H5OH. എത്തനോൾ ആണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. ഇയാൾക്ക് എന്ത് നടക്കുന്നു? കമ്പഷൻ നടക്കുന്നു. കമ്പഷൻ എന്ന് വെച്ചാൽ എന്താ? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ ആണേ. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ, ഇതിനകത്ത് ആകെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും അല്ലേ ഉള്ളൂ. ഇയാൾക്ക് കമ്പഷൻ നടന്നാൽ നമുക്ക് അതിന്റെ ഫലമായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. ആരെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇവിടെ റിയാക്ഷനെ ബാലൻസ് ചെയ്യണം. 2 കാർബൺ ഉണ്ട്, സോ ഞാൻ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുന്നു. 2 കാർബൺ. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 6 ഹൈഡ്രജൻ ഉണ്ട്, സോ ഞാൻ ഇവിടെ ഒരു 3 ഇട്ട് കൊടുക്കുന്നു. ഇനി ഓക്സിജന്റെ എണ്ണം സെയിം ആക്കിയാൽ പോരെ? ഓക്സിജന്റെ എണ്ണം സെയിം ആക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ 3, ഇവിടെ 4, 7 ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഒന്നല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 ഇട്ട് കൊടുക്കാം. 6 1 7 ഓക്സിജൻ ആയല്ലോ. ഇക്വേഷൻ ബാലൻസ് ആയി. ഇത് ഓക്സിജൻ ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, വാട്ടറും എന്ത് സ്റ്റേറ്റിലാ? സോ വാട്ടർ ഗേഷ്യസ് അല്ല, വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാ. ഓക്കെ, വാട്ടർ എന്ത് സ്റ്റേറ്റിലാ? ലിക്വിഡ് സ്റ്റേറ്റിലാ. അപ്പോൾ ഇതുപോലൊരു റിയാക്ഷൻ തന്നിട്ട് ഇതിനകത്തുള്ള ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഡെൽറ്റ എൻ ജി ആണ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ, നമുക്ക് ഡെൽറ്റ എൻ ജി, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ്. ഇല്ലേ, ഇവിടെ ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന പ്രോഡക്റ്റുകളായിട്ട് ആരുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ലേ ഉള്ളൂ. അതിന്റെ നമ്പർ ഓഫ് മോൾ എത്രയാ? 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ്. ഇവിടെ റിയാക്ടന്റ് സൈഡിലെ ഗേഷ്യസ് സ്റ്റേറ്റിൽ ആകെ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അതിന്റെ നമ്പർ ഓഫ് മോൾസ് 3. അപ്പോൾ 2 - 3 നമുക്ക് എത്ര എന്ന് കിട്ടും? -1 എന്ന് കിട്ടും. ക്ലിയർ ആണോ? -1 നമുക്ക് ഓപ്ഷൻ 1ൽ കാണാൻ പറ്റും. സോ മക്കളെ, ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.
ഓക്കെ ആണേ. ഇവിടെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ തന്നിട്ടില്ല, 1 മോൾ എഥനോൾ എന്ന് അവർ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 1 മോളിന്റെ കേസിൽ ഇക്വേഷൻ എഴുതിയത്. ഓക്കെ, 1 മോളിന്റെ കേസിൽ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നു. ഇക്വേഷൻ എഴുതുന്ന സമയത്ത് അവരുടെ സ്റ്റേറ്റുകളും കൂടെ എഴുതാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. അപ്പോൾ അതിന്റെ ഫലമായിട്ട് നമുക്ക് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഡെൽറ്റ എൻ ജി എത്രയെന്ന് കിട്ടി, -1 എന്ന് കിട്ടി. -1 നമ്മുടെ ഓപ്ഷൻ 1-ലുണ്ട്. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദ വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ ഇ ഫോർ ദി ഫോളോയിങ് റിയാക്ഷൻ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് വിൽ ബി. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. 2NH3 gives N2 plus 3H2. ഓക്കെ ആണേ. ഓരോരുത്തരുടെ സ്റ്റേറ്റുകൾ കാണിക്കുന്നു. എല്ലാവരും ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതുപോലൊരു റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ തരുന്നുണ്ട്. എത്രയാ? 27 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിലോട്ട് മാറ്റിയാൽ എത്രയെന്ന് കിട്ടും? 27 + 273 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയെന്ന് കിട്ടും? 300 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ ഇ ആ കണ്ടുപിടിക്കേണ്ടത്. അതിന് മുമ്പേ നമുക്ക് ഇക്വേഷൻ അറിയാം. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ NGRT. ഇതല്ലേ ഇക്വേഷൻ? ഈ ഡെൽറ്റ ഇ ഇപ്പുറം കൊണ്ടുവന്ന് നോക്കിയാൽ മക്കളെ, ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ ഇ ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് എന്തിന് ഈക്വൽ ആണെന്ന് കിട്ടും? ഡെൽറ്റ NGRTക്ക് ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ ഇ എന്നതിന് പകരം ഡെൽറ്റ NGRT കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണേ. ഡെൽറ്റ NGRT എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്ക്. ഇവിടുത്തെ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഡെൽറ്റ NG നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 4 ഇതാണ്ട് 1 + 3 4 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ വാല്യൂ എടുത്ത് നമ്മുടെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്താ വേണം? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ NGRT ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഈ ഡെൽറ്റ ഇ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നേ. ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ ഇ ഈക്വൽ ടു ഡെൽറ്റ NGRT ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കിയേ, ഡെൽറ്റ NGRT ആണ് നമുക്ക് ഇവിടെ ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ NGRT എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ NG നമ്മൾ കണ്ടുപിടിച്ചോണ്ട് 2 × 6 ജൂളിലുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടെങ്കിൽ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആറിന്റെ വാല്യൂ ജൂളിൽ എത്രയാ? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ഇതല്ലേ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. × 8.314 T ടെമ്പറേച്ചർ നമ്മൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ് 300. ഓക്കെ ആണോ? 2 × 8.314 × 300. ഓക്കെ, 2 × 8.314 × 300 നമുക്കിതാ ഓപ്ഷൻ 4 കാണാൻ പറ്റും. സോ നമുക്ക് പറയാം ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി, എളുപ്പമാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മകളെ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കേ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഫോർ ദ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്താ? C3H8 എന്ത് സ്റ്റേറ്റിലായിരിക്കുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കുന്നത്. പ്ലസ് 5O2 ഓക്സിജൻ എന്ത് സ്റ്റേറ്റിലാ? ഗേഷ്യസ് സ്റ്റേറ്റിലാ. ഗീവ്സ് 3CO2 ഗേഷ്യസ് ആണ്. ഓക്കെ, പ്ലസ് 4H2 ലിക്വിഡ് ആണ്. ഓക്കെ ആണേ. എങ്കിൽ ഈ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡെൽറ്റ ഇ മൈനസ് ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനാണ് നമ്മളെടുത്ത് പറയുന്നത്. ഡെൽറ്റ ഇ മൈനസ് ഡെൽറ്റ എച്ച്. വീണ്ടും നമ്മളിതാ ഇക്വേഷൻ എഴുതുന്നു. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ NGRT. ഓക്കെ, ഇക്വേഷൻ എഴുതിയല്ലോ. നമുക്ക് വേണ്ട എന്താ? ഡെൽറ്റ ഇ മൈനസ് ഡെൽറ്റ എച്ച് അല്ലേ. അപ്പം ഞാൻ ഈ ഡെൽറ്റ NGRT ഇവിടെ കൊണ്ടുവരുന്നു, ഇയാളെ ഇപ്പുറം കൊണ്ടുവന്നു. എന്താ കിട്ടും നമുക്ക്? നമുക്ക് കിട്ടും ഡെൽറ്റ ഇ മൈനസ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ NGRT. സോ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മൈനസ് ഡെൽറ്റ NGRT ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണേ. ഈ തന്നിരിക്കുന്ന ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡെൽറ്റ NG ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് എത്രയാ? 3 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് ഇവിടെ 1 ഇവിടെ 5 + 1 6 നമുക്ക് എത്രയെന്ന് കിട്ടും? -3 എന്ന് കിട്ടത്തില്ലേ മകളെ? നമുക്ക് ഈ -3 എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഡെൽറ്റ ഇ മൈനസ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു മൈനസ് ഓഫ് -3 × RT. അതായത് നമുക്ക് എന്താ കിട്ടും? +3 × RT എന്ന് കിട്ടും. എന്തെന്ന് കിട്ടും? +3 × RT എന്ന് കിട്ടും. +3 × RT എന്ന് പറയുന്നത് ഓപ്ഷൻ 3 കാണാൻ പറ്റും നമുക്ക്. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നേരത്തെ ചെയ്ത അതേ ചോദ്യം, അതേ കൺസെപ്റ്റ്.
ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്ക്. ഫോർ വിച്ച് ചേഞ്ച് ഡെൽറ്റ എച്ച് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ ഐ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ചേഞ്ചിലാണ് ഡെൽറ്റ എച്ചും ഡെൽറ്റ ഐയും ഈക്വൽ അല്ലാത്തത്? ഓക്കെ, ദാ വീണ്ടും ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. മക്കളെ, ഈ ഡെൽറ്റ എച്ചും ഈ ഡെൽറ്റ ഇയും ഈക്വൽ ആകണമെങ്കിൽ ഈ ടേം ഡിസപ്പിയർ ചെയ്യണം ഇല്ലേ? ഈ ടേം ഡിസപ്പിയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ടേം എന്താവണം? 0 ആവണം. ഈ ടേം 0 ആകണമെങ്കിൽ R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് സീറോ ആകത്തില്ല, T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ 0 ആകത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഡെൽറ്റ എൻ ജി 0 ആകണം. ഡെൽറ്റ എൻ ജി 0 ആകുന്ന സമയത്ത് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ഇ ആയിട്ട് മാറും. ഡെൽറ്റ എൻ ജി 0 ആകുന്ന സമയത്ത് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ഇ ആയിട്ട് മാറും. അപ്പൊ തന്നിരിക്കുന്ന ഏതൊക്കെ ഇക്വേഷനിലാണ് ഡെൽറ്റ എൻ ജി 0 ആയിട്ടുള്ളത് അന്ന് നമുക്ക് നോക്കാം. 0 അല്ലാത്തത് എവിടാണോ അവിടെ ആയിരിക്കും ഡെൽറ്റ എച്ച്. അതായത് ഡെൽറ്റ എൻ ജി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ നമുക്ക് പറയാം ഡെൽറ്റ എച്ച് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ ഇ എന്ന് പറയാം. ഇതാണ് കൺസെപ്റ്റ്. ക്ലിയർ ആണേ? നമുക്ക് ഓരോ ഇക്വേഷൻ ആയിട്ട് എടുത്ത് നോക്കാം. എന്താ? H2 ഗ്യാസ് ആണ് പ്ലസ് I2 ഗ്യാസ് ആണ്, ഗിവ്സ് റിവേഴ്സിബിൾ 2HI, 2 ഹൈഡ്രജൻ അയോഡൈഡ് ഗ്യാസ് ആണ്. മക്കളെ, ഇവിടെ ഡെൽറ്റ എൻ ജി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ദാ ഡെൽറ്റ എൻ ജി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റന്റ് 2 എത്ര എന്ന് കിട്ടി? 0 എന്ന് കിട്ടി. അടുത്തത് ദാ ഇവിടെ ലിക്വിഡായിട്ട്, ഇവിടെ എല്ലാവരും ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കേസിൽ രണ്ടാമത്തെ ഇക്വേഷന്റെ കേസിൽ ഡെൽറ്റ എൻ ജി എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. കാര്യം ഗേഷ്യസ് സ്റ്റേറ്റിൽ ആരും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് ഡെൽറ്റ എൻ ജി എന്തായിരിക്കും? 0 ആയിരിക്കും. മൂന്നാമത്തെ കേസിൽ മൂന്നാമത്തെ ഇക്വേഷൻ സി സോളിഡ് ആണ് പ്ലസ് O2 ഗ്യാസ് ആണ്, ഗിവ്സ് CO2 ഗ്യാസ് ആണ്. ഇവരുടെ കേസിൽ നമ്മൾ ഡെൽറ്റ എൻ ജി എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ എൻ ജി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റന്റ്. കണ്ടല്ലോ എത്ര എന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. ആദ്യത്തെ 3 കേസിലും എന്താ? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് 0 ആണ്. ഫോർത്ത് കേസ് നോക്കാം. നാലാമത്തെ ഇക്വേഷൻ N2 പ്ലസ് 3H2 gives 2NH3. ഓക്കെ ആണേ? ഈ ഇക്വേഷന്റെ കേസിൽ നമുക്ക് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് നോക്കാം. ഡെൽറ്റ എൻ ജി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റന്റ്. 3 + 1 4 എത്ര എന്ന് കിട്ടും? -2 എന്ന് കിട്ടും. സോ ഈ ഫോർത്ത് ഓപ്ഷന്റെ കേസിൽ, നാലാമത്തെ ഓപ്ഷന്റെ കേസിൽ ഡെൽറ്റ എൻ ജി നോട്ട് ഈക്വൽ ടു 0 അല്ലേ? എങ്കിൽ ഡെൽറ്റ എൻ ജി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പറയാം ഡെൽറ്റ എച്ച് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ ഇ എന്ന് പറയാം. സോ അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് എവിടെ? ഓപ്ഷൻ 4. സോ മക്കളെ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. When 229 joule of energy is supplied as heat at a constant pressure to 3 mole argon, the temperature of the sample is increased by 2.55 Kelvin. Temperature എത്ര ഇൻക്രീസ് ചെയ്തു? 2.55 Kelvin ഇൻക്രീസ് ചെയ്തു. കാൽക്കുലേറ്റ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. മക്കളെ, നമുക്കറിയാം ഹീറ്റ് കപ്പാസിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം CV ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് നോക്കാം. ദാ ഇവിടെ തന്നിട്ടുണ്ട് when 229 joule of energy is supplied as heat at a constant pressure. അപ്പോൾ QP അല്ലേ തന്നിരിക്കുന്നത്? QP ഈക്വൽ ടു നമുക്ക് എത്ര എന്ന് എഴുതാം? 229 ജൂൾ എന്ന് എഴുതാം. മക്കളെ, നമുക്കറിയാം ഡെൽറ്റ എച്ച് QP കോൺസ്റ്റന്റ് പ്രഷറിൽ എന്ത് ചെയ്യുന്ന അവിടെ അങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ അല്ലേ നമ്മൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എച്ച് ഈക്വൽ ടു QP ആണെന്നറിയാലോ. അതാണ് തന്നിരിക്കുന്നത് 229 ജൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ദാ നോക്കിക്കേ, ഇവിടെ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3 മോൾ ആണെന്ന് തന്നിട്ടില്ലേ? എത്രയാ? 3 മോൾ ആണ്. ഓക്കെ ആണോ? ഇനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി, ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന ചേഞ്ച് തന്നിട്ടുണ്ട്. എത്രയാ? 2.55 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും ഡേറ്റാസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ മക്കളെ, ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ എച്ച് ഈക്വൽ ടു എങ്ങനെ ചെയ്യും? N × CP × ഡെൽറ്റ ടി ചെയ്താൽ പോരെ? ഇവിടെ നമുക്ക് CP കണ്ടുപിടിക്കാം. എന്താ? മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇതല്ലേ CP എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ N × ഡെൽറ്റ ടി.
ചെയ്താൽ മതിയല്ലോ. ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ഡെൽറ്റ ടി. മക്കളെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നമുക്കറിയാം. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്രയാ? 229 ഡിവൈഡഡ് ബൈ എൻ നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് അറിയാം 3 ഇൻറ്റു ഡെൽറ്റ ടി എത്രയാണെന്നറിയാം 2.55. ഓക്കെ ആണോ? ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതാ 29.93 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് കിട്ടും. ഓക്കെ, 29.93 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് കിട്ടും. അത് കിട്ടിയല്ലോ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം CV ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാം, മേയേഴ്സ് റിലേഷൻ CP മൈനസ് CV ഈക്വൽ ടു R. അപ്പോൾ നമുക്ക് ഇതിന്ന് CV എന്തെന്ന് കിട്ടും? CP മൈനസ് R ചെയ്താൽ പോരെ മക്കളെ? CP എത്രയാ? 29.93. ഇനി ആറിന്റെ വാല്യൂ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ജൂളിലാണ് തന്നിരിക്കുന്നത്. എന്താ? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ അല്ലേ? ഓക്കെ ആണ്. എങ്കിൽ ഇതിൽ നിന്ന് മൈനസ് 8.314 ജൂൾ. ഓക്കെ, യൂണിറ്റ് അവിടെ ഇട്ട് കൊടുക്കുന്നില്ല. 8.314 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 21.62 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് കിട്ടും. 21.62 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് കിട്ടും. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ കാണാൻ പറ്റും 21.7 ജൂൾ പെർ കെൽവിൻ പെർ മോള് ഓപ്ഷൻ 3യിലുണ്ട്. സോ മക്കളെ നമുക്ക് പറയാം ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, സ്റ്റെപ്പുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. നമുക്കിത് സ്പീഡ് ആക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയമായതുകൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ആരൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. CP മൈനസ് CV ഈക്വൽ ടു R എന്ന് പറയുന്ന മേയേഴ്സ് റിലേഷനിൽ ഇട്ട് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത നോക്കിയോ, കാൽക്കുലേറ്റ് വർക്ക് ഫോർ ദ ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ. ഒരു ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണ് പറയുന്നത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? വർക്കാ കണ്ടുപിടിക്കേണ്ടത്. 1 മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ 1 മോൾ ഐഡിയൽ ഗ്യാസ് അവരുടെ ഇനിഷ്യൽ പ്രഷർ തരുന്നുണ്ട് 1 ബാർ ആണെന്ന്, ഫൈനൽ പ്രഷർ തരുന്നുണ്ട് 0.1 ബാർ ആണെന്ന്, ഇനി കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെന്ന് പറയുന്നു 273 കെൽവിൻ. ഓക്കെ ആണേ? ക്ലിയർ ആണേ? എങ്കിൽ മക്കളെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ. വർക്ക് W ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? മൈനസ് 2.303 nRT ലോഗ് എന്താ ഇനിഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഫൈനൽ പ്രഷർ. ചെയ്താൽ പോരെ? നമ്മളെങ്ങനെ മൈനസ് 2.303 nRT ലോഗ് ഇനിഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഫൈനൽ പ്രഷർ ചെയ്താൽ മതി. എങ്കിൽ മക്കളെ ഏതാ നിങ്ങളെല്ലാവരും നോക്കിയേ. ഇവിടെ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തു നോക്കാം. 1 മോള് നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 1 മോളാണെന്ന് തരുന്നുണ്ടല്ലോ. ഓക്കെ ആണേ? ആറിന്റെ വാല്യൂ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആറിന്റെ വാല്യൂ നമ്മൾ എടുക്കണം. ആറിന്റെ വാല്യൂ എത്രയാ? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ടെമ്പറേച്ചർ തരുന്നുണ്ട് 273 കെൽവിൻ. ടെമ്പറേച്ചർ എത്രയും തരുന്നുണ്ട്? 273 കെൽവിൻ എന്ന് തരുന്നുണ്ട്. ഇനി ഇനിഷ്യൽ പ്രഷർ PI തരുന്നുണ്ട്. എത്രയാണ്? 0.1 ബാർ ആണെന്ന് തരുന്നുണ്ട്. ഫൈനൽ പ്രഷർ PF തരുന്നുണ്ട്. എത്രയാ? ഇനിഷ്യൽ പ്രഷർ 1 ബാർ. ഇനിഷ്യൽ പ്രഷർ 1 ബാർ എന്ന് തരുന്നുണ്ട്. ഫൈനൽ പ്രഷർ എത്രയാ? 0.1 ബാർ എന്നും തരുന്നുണ്ട്. ഓക്കെ മക്കളെ, ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ എടുത്ത് തരുന്നില്ലേ? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. വർക്ക് W ഈക്വൽ ടു മൈനസ് 2.303 ഇൻറ്റു N എത്രയാ? 1 ഇൻറ്റു R എത്രയാ? 8.314 ഇൻറ്റു T എത്രയാ? 273. ഓക്കെ, ലോഗ് ഫൈനൽ ഇനിഷ്യൽ വാല്യൂ എത്രയാ? 1 ഡിവൈഡഡ് ബൈ ഫൈനൽ വാല്യൂ എത്രയാ? 0.1. മക്കളെ ലോഗ് 1 ബൈ 0.1 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? ലോഗ് 10 എന്ന് കിട്ടും. ഓക്കെ ആണോ? ലോഗ് 10ന്റെ വാല്യൂ അറിയാമല്ലോ 1 ആണെന്ന്. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ അങ്ങ് പോയില്ലേ? നമ്മൾ ഇത്രയും ചെയ്താൽ മതി. മൈനസ് 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 273. ഇത്രയും ചെയ്താൽ മതി. ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മൈനസ് 5227.2 ജൂൾ എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമ്മൾ ഓപ്ഷനുകളിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ 1ൽ ആ വാല്യൂ കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.
ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് അറ്റ് ടി ഈക്വൽ ടു 300 കെൽവിൻ, ടെമ്പറേച്ചർ തരുന്നുണ്ട് 300 കെൽവിൻ ആണെന്ന്, റിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്. വോളിയം ഈസ് ഇൻക്രീസ്ഡ് ഫ്രം ഇനിഷ്യൽ വാല്യൂ ഓഫ് വോളിയം 1 ലിറ്റർ ടു ഫൈനൽ വാല്യൂ 10 ലിറ്റർ. കാൽക്കുലേറ്റ് ഡെൽറ്റ എച്ച് ഇഫ് ദ പ്രോസസ് ഈസ് ഐസോതെർമൽ. ഓക്കെ, ഇതൊരു ഐസോതെർമൽ പ്രോസസ് ആണ്. ഇതിന്റെ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനെങ്കിൽ മക്കളെ ഏതാ നോക്കിക്കോ, ഇതൊരു ഐസോതെർമൽ പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട്. ഒരു ഐസോതെർമൽ പ്രോസസ് എന്ന് വെച്ചാൽ എന്തുവാ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സുകളല്ലേ ഐസോതെർമൽ പ്രോസസ്. സോ അവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി എത്രയായിരിക്കും, 0 ആയിരിക്കും. ഇനി നമുക്ക് ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എൻ ഇൻറ്റു സി പി ഇൻറ്റു ഡെൽറ്റ ടി ചെയ്താൽ പോരെ. ഡെൽറ്റ ടിയുടെ വാല്യൂ 0 അല്ലേ. സോ തീർച്ചയായിട്ടും ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പിയും എന്ത് തന്നെയായിരിക്കും, 0 തന്നെയായിരിക്കും. കൂടുതലൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ ചോദ്യം. അപ്പോൾ നമ്മളൊരു ചോദിച്ചിരിക്കുന്നു, ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്, ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, ഇനിഷ്യൽ വോളിയം 1 ലിറ്ററിൽ നിന്ന് ഫൈനൽ വോളിയം 10 ലിറ്റർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കണം. പ്രോസസ് എന്താണ്, ഐസോതെർമൽ ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് കിട്ടി ഐസോതെർമൽ പ്രോസസിന്റെ കേസിൽ ഡെൽറ്റ ടി 0 ആണ്. ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു സി പി ഇൻറ്റു ഡെൽറ്റ ടി, അതിലേക്ക് നമ്മൾ ഡെൽറ്റ ടിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ 0 ആകും. സോ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ 0 ഓപ്ഷൻ 3 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ, ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പിസ്റ്റൺ ഫിൽഡ് വിത്ത് 0.04 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ് റിവേഴ്സിബിളി ഫ്രം 50 milliliter to 375 milliliter at a constant temperature of 37.0 degrees Celsius. As it does so, it absorbs 208 joule of heat. The value of Q and W for the process will be, R-ന്റെ വാല്യൂ അവർ തരുന്നുണ്ട്, log 7.5ന്റെ വാല്യൂ തരുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യം ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ മക്കളെ, ഇത് പറയുന്നുണ്ട്, ഇവിടെ ഹീറ്റ് എന്ത് ചെയ്തേക്കുവാണ്, അബ്സോർബ് ചെയ്തിരിക്കുവാണ്. ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. ഓക്കെ, നമ്മൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ കുറച്ച് സൈൻ കൺവെൻഷൻസ് പഠിക്കുന്നുണ്ട്. ഒരു സിസ്റ്റം ഹീറ്റിനെ അബ്സോർബ് ചെയ്യുവാണെങ്കിൽ ക്യൂ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. സോ ക്യൂ ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും, നമുക്ക് എത്രയാ, 208 ജൂളെന്ന് കിട്ടും. ക്യൂ എത്രയാ, 208 ജൂളെന്ന് കിട്ടും. ഓക്കെ ആണോ? നമുക്കറിയാം ഒരു റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്, ഫോർ എ റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് നമുക്ക് എഴുതിക്കൂടെ. എന്നാൽ ഇവിടെ ഈ പ്രോസസ്സ് നടക്കുന്ന എന്ത് കണ്ടീഷനിലാണെന്ന് പറയുന്നുണ്ട്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ടിയുടെ വാല്യൂ എത്രയാ, 0. ഡെൽറ്റ ടിയുടെ വാല്യൂ 0 ആണെങ്കിൽ ഡെൽറ്റ യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എൻ ഇൻറ്റു സി വി ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ യുവിൻ്റെ വാല്യൂം എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് പറയാം 0 ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയാം, അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്നും പറയാം. ഓക്കെ ആണേ, ക്ലിയർ ആണേ? അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ക്യൂ എന്ന് പറയാം, അല്ലേ കുറച്ചുകൂടെ നല്ലത്. ക്യൂ പ്ലസ് ഡബ്ല്യു, ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ക്യൂ. കാര്യം ഇവിടെ ഹീറ്റ് പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. ഹീറ്റിന്റെ വാല്യൂ എത്രയാ, 208 ജൂൾ. അപ്പോൾ ഡബ്ല്യു വർക്ക് എത്രയായിരിക്കും, മൈനസ് 208 ജൂൾ ആയിരിക്കത്തില്ലേ. അപ്പോൾ ക്യൂ ഈക്വൽ ടു 208 ജൂളും ഡബ്ല്യു ഈക്വൽ ടു മൈനസ് 208 ജൂളും. ക്യൂ ഈക്വൽ ടു പ്ലസ് 208, ഡബ്ല്യു ഈക്വൽ ടു മൈനസ് 208. നമുക്ക് ഓപ്ഷൻ 1 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നേ നോക്കേ. വെൻ 1 mole ഓഫ് മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസ്, ഒരു മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസ് ആണ്, അറ്റ് ടി കെൽവിൻ, ഒരു ടെമ്പറേച്ചർ തരുന്നുണ്ട് ടി കെൽവിൻ, അണ്ടർഗോ അഡയബാറ്റിക് ചേഞ്ച് under a constant external pressure of 1 atmosphere, changes volume from 1 liter to 2 liter. The final temperature in Kelvin would be. ഓക്കെ, നമ്മുടെ കയ്യിൽ 1 മോള്, ഒരു മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസ് ഉണ്ട്. അതിരിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്, ടി, ക്യാപിറ്റൽ ടി, കെൽവിൻ ആണ്. ഇയാൾക്ക് അഡയബാറ്റിക് ചേഞ്ച് സംഭവിക്കുന്നു. എപ്പോഴാ, അണ്ടർ എ കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ, 1 അറ്റ്മോസ്ഫിയർ കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷറിൽ ഇയാൾക്ക് അഡയബാറ്റിക് ചേഞ്ച് സംഭവിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഇതിന്റെ വോളിയത്തിൽ വ്യത്യാസം വരുന്നു. വോളിയം 1 ലിറ്ററിൽ നിന്ന് 2 ലിറ്റർ ആയിട്ട് മാറുന്നു. എങ്കിൽ ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ്? മക്കളെ നോക്കിക്കോ, നമ്മൾ പറയുന്നത് ഒരു for reversible
അഡയബാറ്റിക് പ്രോസസ്. നമ്മൾ ഇതുപോലൊരു ഇക്വേഷൻ പഠിച്ചുകൊണ്ട് T into V raised to gamma minus 1 will be a constant. T into V raised to gamma minus 1 will be a constant. ഗാമ ആരാണെന്ന് നമുക്കറിയാം, റേഷ്യോ ഓഫ് CP ആൻഡ് CV. ഇയാളെ വിളിക്കുന്ന പേരാണ് പോയിസൺസ് റേഷ്യോ. ഇയാളെ നമ്മൾ എന്തെന്ന് വിളിക്കും? പോയിസൺസ് റേഷ്യോ എന്ന് വിളിക്കും. മക്കളെ, ഇങ്ങനാണെങ്കിൽ T into V raised to gamma minus 1 ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, T1 V1 raised to gamma minus 1 will be equal to T2 V2 raised to gamma minus 1. ഇങ്ങനെ പറയാമല്ലോ. ഇവിടുന്ന് നമുക്കതാ T2 ഫൈനൽ ടെമ്പറേച്ചർ ആണ് വേണ്ടത്. T2 ഈക്വൽ ടു T1 into V1 by V2 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1. ഇങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ആരൊക്കെയാന്ന് നോക്കാം. ദാ ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് എത്രയാണ്? T കെൽവിൻ ആണ്. ഫൈനൽ ടെമ്പറേച്ചർ T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കെൽവിനിലുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിഷ്യൽ വോളിയം V1 തരുന്നുണ്ട് 2 ലിറ്റർ ആണെന്ന്, 1 ലിറ്റർ അല്ലേ? ഓക്കെ, 1 ലിറ്റർ ആണെന്ന് തരുന്നുണ്ട്. ഓക്കെ, ഫൈനൽ വോളിയം V2 എത്ര? 2 ലിറ്റർ ആണെന്നും തരുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി ഇതൊരു മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസ് അല്ലേ? ഒരു മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ പോയിസൺസ് റേഷ്യോ ഗാമയുടെ വാല്യൂ നമുക്കറിയാമല്ലോ, 5/3 ആണെന്നറിയാമല്ലോ. അത് ഓർത്ത് വെച്ചേക്കുക. അങ്ങനാണെങ്കിൽ നമുക്ക് ഇതാ നേരെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് T2 അല്ലേ കണ്ടുപിടിക്കണ്ടേ? T2 ഈക്വൽ ടു T1 എത്രയാ? T ഇൻറ്റു V1 by V2. V1 എത്രയാ? 1 ഡിവൈഡഡ് ബൈ V2 എത്രയാ? 2 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1. ഗാമയുടെ വാല്യൂ 5/3 ആണെന്നറിയാം. 5/3 - 1. മക്കളെ, 5/3 - 1 എന്ന് പറഞ്ഞാൽ 2/3 എന്ന് കിട്ടും. അതായത് T2 ഫൈനൽ ടെമ്പറേച്ചർ ഈക്വൽ ടു T ഇൻറ്റു 1/2 ഹോൾ റേസ് ടു 2/3. 1ന്റെ പവറായിട്ട് എന്ത് വന്നാലും വാല്യൂ 1 തന്നെയാണല്ലോ. അപ്പം ഞാൻ എന്താ ഇങ്ങനെ എഴുതുന്നു, T2 ഈക്വൽ ടു T ഡിവൈഡഡ് ബൈ 2 റേസ് ടു 2/3 എന്ന് എഴുതുന്നു. ഓക്കെ ആണോ? മക്കളെ, നമ്മൾ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ 1ൽ എന്താ കാണാൻ പറ്റും? T ഡിവൈഡഡ് ബൈ 2 റേസ് ടു 2/3 എന്ന് കാണാൻ പറ്റത്തില്ലേ? സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? The molar heat capacity of water at a constant pressure is 75 joule per Kelvin per mole. When 1 kilojoule of heat is supplied to 100 gram of water which is free to expand, increase in temperature of water is delta T ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ മക്കളെ, എങ്കിൽ നമ്മൾ ഇതുപോലൊരു ഇക്വേഷൻ പഠിച്ചോണ്ട് Q ഈക്വൽ ടു ഹീറ്റ്, Q ഈക്വൽ ടു M ഇൻറ്റു, അതായത് M ഗ്രാം ഉള്ള ഒരാളിൻ്റെ കേസിലാണ് M ഇൻറ്റു S ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പഠിച്ചുകൊണ്ട്. എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇങ്ങനൊരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടല്ലോ. എങ്കിൽ മക്കളെ ഇതാ നമുക്ക് നോക്കാം. ഇതാ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് തന്നിരിക്കുന്നത്. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ CP ആണ് തന്നിരിക്കുന്നത്. എത്ര? 75 ജൂൾ പെർ കെൽവിൻ പെർ മോൾ തന്നിട്ടുണ്ടല്ലോ. നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? ദാ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ പെർ ഗ്രാം എങ്ങനെ കണ്ടുപിടിക്കാം? ദാ തന്നിരിക്കുന്ന 75 ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ മോളാർ മാസ് എത്രയാ? 80. ഓക്കെ ആണേ? ക്ലിയർ ആണേ? 75/18 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര എന്ന് കിട്ടും? 4.17 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ എസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? M ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യമേ Q ഹീറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 കിലോ ജൂള്. 1 കിലോ ജൂള്. 1 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 ജൂള്. ഓക്കെ ആണേ? ഇനി M മാസ് തന്നിട്ടുണ്ട്. എത്രയാ? 100 ഗ്രാം എന്നും തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഈ വാല്യൂസ് എടുത്ത് നമുക്ക് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഡെൽറ്റ ടി ആണ് കണ്ടെത്തേണ്ടത്. ഡെൽറ്റ ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ടി എങ്ങനെ കണ്ടുപിടിക്കാം? Q ഡിവൈഡഡ് ബൈ M ഇൻറ്റു എസ് ചെയ്താൽ പോരെ? Q എത്രയാ? Q തന്നിട്ടുണ്ട് 1000 ഡിവൈഡഡ് ബൈ M എത്രയാ? M 100 ഇൻറ്റു എസ് എത്രയാ തന്നിരിക്കുന്നത്? 4. എസ് നമ്മൾ കണ്ടുപിടിച്ചു 4.17. 1000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 4.17 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2.4 കെൽവിൻ എന്ന് കിട്ടും.
എത്രയെന്ന് കിട്ടും? 2.4 കെൽവിൻ എന്ന് കിട്ടും. മക്കളെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതാ ഓപ്ഷൻ 3 കാണാൻ പറ്റും 2.4 കെൽവിൻ എന്ന്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എനി നാച്ചുറൽ പ്രോസസ് ഒക്കറിങ് ഇൻ ദ യൂണിവേഴ്സ്. നമ്മുടെ യൂണിവേഴ്സിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു നാച്ചുറൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ലോ പഠിക്കുന്നുണ്ട്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ മക്കളെ, നമ്മൾ പഠിക്കുന്നുണ്ട് എന്താ? ദാ എനർജി ഓഫ് യൂണിവേഴ്സ് ഈസ് കൺസേർവ്ഡ്. ടോട്ടൽ എനർജി ഓഫ് യൂണിവേഴ്സ് ഈസ് കൺസേർവ്ഡ് എന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻട്രോപ്പി ഡ്യൂറിങ് എനി നാച്ചുറൽ പ്രോസസ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. എൻട്രോപ്പി ചേഞ്ച് ഡ്യൂറിങ് എനി നാച്ചുറൽ പ്രോസസ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ടോട്ടൽ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ് ഡ്യൂറിങ് എനി സ്പോണ്ടേനിയസ് പ്രോസസ് നമുക്ക് പറയാം. സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ്, ഏതൊരു നാച്ചുറൽ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ടും, എല്ലാ നാച്ചുറൽ പ്രോസസ്സുകളും സ്പോണ്ടേനിയസ് ആണല്ലോ, ഒരു നാച്ചുറൽ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ടും എൻട്രോപ്പി എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണേ? അപ്പോൾ നമുക്ക് പറയാം എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഇൻക്രീസസ്. യൂണിവേഴ്സിൻ്റെ ടോട്ടൽ എൻട്രോപ്പി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. എൻട്രോപ്പി ചേഞ്ച് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എസ് പോസിറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? അത് നമുക്ക് കറക്റ്റായിട്ട് ഓപ്ഷൻ 2 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മകളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദ മോസ്റ്റ് റാൻഡം സ്റ്റേറ്റ് ഓഫ് H2O സിസ്റ്റം ഈസ്. H2O എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഏറ്റവും റാൻഡം ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? റാൻഡംനെസ് ഏറ്റവും കൂടുതൽ എവിടാണ്? ഐസ് ആയിട്ടിരിക്കുമ്പോൾ ഇയാൾ സോളിഡ് സ്റ്റേറ്റിലല്ലേ? ഇവിടെ പറയുന്നുണ്ട് H2O ലിക്വിഡ് ആണ്, ഇവിടെയും H2O ലിക്വിഡ് ആണ്. എന്നാൽ സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്തുവാ? H2O ഗേഷ്യസ് സ്റ്റേറ്റിലല്ലേ ഇരിക്കുന്നത്? എങ്കിൽ മക്കളെ ഓർത്ത് വെച്ചോ, ഒരു വസ്തു ഏറ്റവും റാൻഡം ആയിട്ട് കാണുന്നത്, റാൻഡംനെസ് ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേറ്റിലായിരിക്കും? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴായിരിക്കും റാൻഡംനെസ് മാക്സിമം. റാൻഡംനെസ് അല്ലെങ്കിൽ ഡിസോർഡർ മാക്സിമം. അപ്പോൾ നമുക്ക് പറയാം തന്നിരിക്കുന്ന ആളുകളിൽ H2O എന്ന സിസ്റ്റത്തിനെ എടുക്കുവാണെങ്കിൽ അയാൾ ഏറ്റവും റാൻഡംനെസ് കാണിക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റ്. ഇവിടെ ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നിരിക്കുന്ന ആരെയാ? സ്റ്റീമിനെയാ. സോ സ്റ്റീമിലായിരിക്കും എന്ന് നമുക്ക് പറയാം. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദാ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്ക്. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് -4. ചേഞ്ച് ഇൻ എൻട്രോപ്പി നെഗറ്റീവ്. ഡെൽറ്റ എസ് എപ്പോഴാണ് നെഗറ്റീവ് ആകുന്നത്? ഓക്കെ ആണോ മക്കളെ? ഡെൽറ്റ എസ് നെഗറ്റീവ് ആകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻട്രോപ്പി കുറയുന്നു എന്ന. എൻട്രോപ്പി എന്ത് ചെയ്യുന്നു? കുറയുന്നു. എൻട്രോപ്പി കുറയുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏത് കണ്ടീഷനിലാണ് എപ്പോഴാണ് ഡിസോർഡർ കുറയുന്നത്, റാൻഡംനെസ് കുറയുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ദാ ഇവിടെ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു, ഡിസോർഡർ കൂടുന്നേ ഉള്ളൂ. ദാ ഇവിടെ ഗേഷ്യസ് സ്റ്റേറ്റിലിരുന്ന ആളുകൾ സോളിഡ് ആയിട്ടിരുന്ന കാർബൺ ഗേഷ്യസ് സ്റ്റേറ്റിലിരുന്ന H2O ഗ്യാസ് ആയിട്ട് മാറുന്നു, ഡിസോർഡർ കൂടത്തേ ഉള്ളൂ. എങ്കിൽ ഈ ഓപ്ഷൻ 4 ഒന്ന് നോക്കിക്കേ മക്കളെ. ഓപ്ഷൻ 4 എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും? ഡിക്രീസ് ചെയ്യുന്നതായിട്ട്, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓപ്ഷൻ 4 ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ ആണോ? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഡിസോർഡർ കുറയത്തേ ഉള്ളൂ. ഡിസോർഡർ എന്ത് ചെയ്യത്തേ ഉള്ളൂ? കുറയത്തേ ഉള്ളൂ. ഡിസോർഡർ കുറയുന്നു എന്ന് വെച്ചാൽ ഡെൽറ്റ എസ് എന്താകുന്നു? നെഗറ്റീവ് ആകുന്നു. അപ്പൊ ചേഞ്ച് ഇൻ എൻട്രോപ്പി നെഗറ്റീവ് ആകുന്നത് ഈ തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എപ്പോഴാണ്? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോഴാണ്. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഓപ്ഷൻ 4 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. 5 മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, 5 മോളാണേ. ഓക്കെ, ഐഡിയൽ ഗ്യാസ് expand reversibly from a volume of 8 decimeter cube to 80 decimeter cube at a temperature of 27 degrees Celsius. The change in entropy is. മക്കളെ 5 മോൾ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ നമുക്കത് നമ്പർ ഓഫ് മോൾസ് n എത്ര എന്ന് പറയാം? 5 മോൾ എന്ന് പറയാമല്ലോ. ഓക്കെ ആണല്ലോ. എക്സ്പാൻഡ് റിവേഴ്സിബിളി ഫ്രം എ വോളിയം V1 ആയിട്ട് എടുക്കാം. ഇനീഷ്യൽ വോളിയം എത്ര? 8 ഡെസിമീറ്റർ ക്യൂബ് ടു ഫൈനൽ വോളിയം V2 ആയിട്ട് എടുക്കാം. എത്രയാ? 80 ഡെസിമീറ്റർ ക്യൂബ്.
ക്ലിയർ ആണോ? ഒരു ടെമ്പറേച്ചർ തരുന്നുണ്ട്. ടെമ്പറേച്ചർ എത്രയാ? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 300 കെൽവിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? എങ്കിൽ മക്കളെ ഏതാ നിങ്ങൾ എല്ലാവരും നോക്കിക്കോ. ഡെൽറ്റ എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ഡെൽറ്റ എസ് എങ്ങനെ കണ്ടുപിടിക്കും? 2.303 NR log V2 by V1 ചെയ്താൽ പോരെ? 2.303 NR log V2 by V1 ചെയ്താൽ മതി. നമുക്ക് നോക്കാം എന്താ? 2.303 ഇൻറ്റു N നമ്പർ ഓഫ് മോൾസ് 5 ഇൻറ്റു R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് 8.314. ഓക്കെ ആണ്. ലോഗ് V2 ഫൈനൽ വോളിയം എത്രയാ? 80 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വോളിയം എത്രയാ? 8. മക്കളെ ലോഗ് 80/8 എന്ന് പറഞ്ഞാൽ ലോഗ് 80/8 എന്ന് പറയുമ്പോഴത്തേക്ക് ലോഗ് 10 എന്ന് കിട്ടും. ലോഗ് 10ന്റെ വാല്യൂ 1 ആണെന്നറിയാം. അത് 1 ആയിട്ട് പോയി. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? 2.303 ഇൻറ്റു 5 ഇൻറ്റു 8.314 ചെയ്താൽ മതി. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര എന്ന് കിട്ടും? 95.73. എൻട്രോപ്പിയുടെ യൂണിറ്റ് എന്താ? ജൂൾ പെർ കെൽവിൻ എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ മക്കളെ ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി നമുക്ക് കിട്ടി 95.73 ജൂൾ പെർ കെൽവിൻ. നമുക്ക് ഓപ്ഷനിൽ ഇതാ ഓപ്ഷൻ 3യിൽ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മുടെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെറ്റ് അല്ലേ? ദാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കാൽക്കുലേറ്റ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ പെർ മോൾ ഓഫ് എത്തനോൾ. എന്തുവാ കണ്ടുപിടിക്കേണ്ടേ? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷനാ കണ്ടുപിടിക്കേണ്ടേ. ആരുടെ കേസിൽ? എത്തനോളിന്റെ കേസിൽ. ഡെൽറ്റ എസ് തന്നിട്ടുണ്ട് 109.8 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. 109.8 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് 78.5 ഡിഗ്രി സെൽഷ്യസ്. വേണ്ട കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്തുവാ? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ നമുക്കറിയാം ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത്? ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് ചെയ്താൽ പോരെ? അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട്. എത്രയാ? 109.8 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണേ. ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് TBP. ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് 78.5 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ 373 കൊണ്ട് ആഡ് ചെയ്യുക. 373 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 351.5 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഈക്വൽ ടു ഇതിങ്ങോട്ട് ക്രോസ് ചെയ്താൽ പോരെ? ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ ഇൻറ്റു ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ എത്രയാ? 109.8 ഇൻറ്റു ബോയിലിംഗ് പോയിന്റ് എത്രയാ? 351.5. മക്കളെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 38594 അത്രയും ജൂൾ പെർ മോൾ എന്ന് കിട്ടും. ഓക്കെ, ഇനി കിലോ ജൂളിലോട്ട് മാറ്റുമ്പോഴത്തേക്കും 38.594 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? 38.594 കിലോ ജൂൾ പെർ മോൾ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഓപ്ഷൻ 2യിൽ കാണാം. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. In a spontaneous irreversible process, the total entropy of the system and surrounding. System plus surrounding universe ആണെന്ന് അറിയാലോ. System plus surroundings ആണ് നമ്മുടെ ടോട്ടൽ യൂണിവേഴ്സ് എന്നുള്ള കാര്യം അറിയാമല്ലോ. എങ്കിൽ നമ്മളടുത്ത് ചോദിച്ചേക്കുന്നു, ഒരു സ്പോണ്ടേനിയസ്, അത്രയും മതി നമുക്ക് ശരിക്കും, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുന്നു. ഏതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ എസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എൻട്രോപ്പി കൂടുന്നു, എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു എന്നല്ലേ. അപ്പോൾ ഇൻ എ സ്പോണ്ടേനിയസ് ഇറിവേഴ്സിബിൾ പ്രോസസ് the total entropy of the system and surrounding always increases. അത് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? കൂടുന്നതായിട്ട് കാണാൻ പറ്റും. It will be always increasing. ഓപ്ഷൻ 2ൽ കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ?